നമസ്കാരം. ഞാനുണ്ട് ചോദിക്കാൻ ഇന്ന് ചെന്നെത്തി നിൽക്കുന്നത് വരാപ്പുഴയിലാണ്. വരാപ്പുഴയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇവിടെ എത്താനുള്ള ഒരു സാഹചര്യം കൂടി പറയാം. ഇന്ന് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിലുണ്ടായ വെടിക്കെട്ട് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന അവിടുത്തെ ഉണ്ടായ സ്ഫോടനമാണ്. ഇവിടെ വലിയ രീതിയിൽ തന്നെ വീടുകൾക്കടക്കം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, 2 പേരുടെ മരണമുണ്ടാകുന്നു, നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയുമാണ്. ഈ വെടിക്കെട്ട് അപകടങ്ങൾ അത് ഒരു തുടർക്കഥയാകുമ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ, ഇതിനു വേണ്ട സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ, അത് സംഭരിക്കുന്നിടങ്ങൾ, ഇതെല്ലാം ഏത് രീതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അവിടെ എത്രമാത്രം സുരക്ഷയുണ്ട്, ഇതിനെന്തെല്ലാം അനുമതിയുണ്ട് എന്നെല്ലാം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. വരാപ്പുഴയിൽ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് വലിയ രീതിയിൽ ദുരന്തമുണ്ടായ ഒരിടമാണിത്. ഈ നിൽക്കുന്ന സ്ഥലം, ഈ ഒരു വീട്, ഇത് പൂർണ്ണമായും തന്നെയും അന്നുണ്ടായ സ്ഫോടനത്തിൽ തകർന്ന് ഇല്ലാതായിരിക്കുന്നു. ഒരു മരണമാണ് ഉണ്ടായത്. ഭാഗ്യവശാലാണ് അതിൻ്റെ ഒരു ദുരന്തം വർദ്ധിക്കാതിരുന്നത്. ചുറ്റുപാടും ജനസാന്ദ്രമായ ഒരു പ്രദേശം കൂടിയാണ് വരാപ്പുഴ എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണും. ചുറ്റുപാട് ഈ തൊട്ടടുത്തെല്ലാം തന്നെ വീടുകളാണ്. ആ വീടുകൾക്ക് ഇടയിലാണ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഇവിടെ ഈ രീതിയിൽ തന്നെ ഇത് പ്രവർത്തിച്ചു വരികയായിരുന്നു. അങ്ങനെ ഒരു മറ്റു വിഷയങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പലയിടങ്ങളിലും ഇതുപോലെ തന്നെയാണ്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ശ്രദ്ധയിലേക്ക് വരുന്നത്, ചർച്ച ചെയ്യുന്നത്, അതിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയായിരുന്നു. ഇവിടെ ഈ വലിയ രീതിയിൽ ഈ സ്ഫോടനമുണ്ടാകുകയും ഇതിൻ്റെ ഒരു 2 കിലോമീറ്റർ പരിധിയിലെല്ലാം തന്നെയും ഇതിൻ്റെ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു വ്യാപ്തി ഇവിടേക്കെല്ലാം തന്നെ എത്തുകയും ചെയ്തു. നിരവധി പേർക്ക് പരിക്ക് പറ്റുന്നു. ഒപ്പം തന്നെ ഒട്ടനവധിയായ വീടുകൾക്ക് ഇതെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അതിൻ്റെ ഒരു നാശനഷ്ടം സർക്കാർ പ്രകാരം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് 41 ലക്ഷത്തിൽ പരം രൂപയാണ്. പക്ഷേ നമ്മളിത് ചർച്ച ചെയ്യുന്നൊരു കാര്യം, ഇതുവരെയും ആർക്കും തന്നെയും 1 രൂപ പോലും ഇതിൻ്റെ ഒരു നഷ്ടപരിഹാരത്തിൻ്റെ കണക്കിലേക്ക് ആർക്കും തന്നെയും 1 രൂപയും ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇത് തന്നെയാണ് തൃപ്പൂണിത്തുറയിലുണ്ടായ സ്ഫോടനം നടന്നതിന് ശേഷവും ഇപ്പോൾ പരിസരവാസികൾ, വീടുകൾ നഷ്ടപ്പെട്ടവരെല്ലാം തന്നെ കോടതിയെ സമീപിക്കുക എന്ന രീതിയിലേക്ക് പോകുന്നത് ഇത്തരം ഒരു അനുഭവം മുൻനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ കോടതിയെ കൂടി സമീപിക്കുക. തങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണമെങ്കിൽ നീതിപീഠം കൂടി അതിന് അനുയോജ്യമായ രീതിയിൽ ഇടപെടണമെന്നൊരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ നീങ്ങുന്നു. വരാപ്പുഴ വെടിക്കെട്ട് അപകടത്തിൽ 1 മരണമാണ് സംഭവിച്ചത്. അതിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. പടക്ക സംഭരണശാലയിലെ ജീവനക്കാരനായിരുന്ന ഡേവിസ്, അദ്ദേഹമാണ് അവിടെ മരിച്ചത്. അദ്ദേഹം വർഷങ്ങളോളം അവിടുത്തെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം അന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീഷ. ഇപ്പോൾ 3 കുട്ടികളല്ലേ? 3 കുട്ടികൾ. ഇങ്ങനെയാണ് പിന്നീട് ഒരു ജീവിതം കാര്യങ്ങൾ ക്രമപ്പെടുത്തിയത്. ജോലിക്ക് പോകുന്നു. മക്കളൊക്കെ ഏത് ക്ലാസ്സിലേക്ക്? മൂത്താളിപ്പോ +1, ചെറിയ പിള്ളേര് 6-ല്, ട്വിൻസാണ്. ഏതെങ്കിലും രീതിയിലൊരു നഷ്ടപരിഹാരമോ അങ്ങനെ എന്തെങ്കിലും ഒരു അന്വേഷണങ്ങളോ ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു ഏക ഉപജീവന മാർഗം അദ്ദേഹത്തിന്റെ ഒരു വരുമാനമായിരുന്നു. ആകെ ജോലിക്ക് പോണതായിരുന്നു ചേട്ടൻ. പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങളായിട്ടോ അങ്ങനെ ആരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായിരുന്നോ? ഗവൺമെന്റിന്റെ ആണോ? ഇല്ല. മറ്റ് പലയിടങ്ങളിലും സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഈ രീതിയിലുള്ളൊരു കണക്കെടുപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നഷ്ടപരിഹാരം സംബന്ധിയായ കാര്യങ്ങളെല്ലാം. പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു ഫലപ്രാപ്തി അന്വേഷണങ്ങൾക്കപ്പുറം അത് നടപ്പാകുന്നില്ല എന്ന് തന്നെയാണ് വരാപ്പുഴയിലുള്ളവർ എല്ലാവരും തന്നെയും പറയുന്നത്. ഈ സംഭവത്തിൽ മരണമടഞ്ഞ ഡേവിസിൻ്റെ കുടുംബവും അവർക്കും യാതൊരുവിധ നഷ്ടപരിഹാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയും അവരിലേക്കും എത്തിയിട്ടില്ല. വരാപ്പുഴ മുട്ടിനകത്ത് ചുറ്റുപാടുകളുമുള്ള മിക്കവാറും തന്നെ വീടുകൾക്കും അതോടൊപ്പം തന്നെ മറ്റു സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ വെടിക്കെട്ടിന് അപകടത്തെ തുടർന്നുണ്ടായ ഒരു സ്ഫോടനത്തിൽ ഇതെല്ലാം തന്നെ സാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. നമ്മൾ ഈ സെൻറ്റ് റീത്താസ് കോൺവെൻറ്റ് ഇതിന് തൊട്ട് സമീപത്താണുള്ളത്. ഇവിടെയും സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് ഇവിടെയാണ്. പക്ഷേ ഇതുവരെയും അത്തരമൊരു നഷ്ടപരിഹാരങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സിസ്റ്റർ, എങ്ങനെയായിരുന്നു അന്ന് ഇവിടെ എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടായിരുന്നു?
ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു 5:30-ക്കായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ഒരു 25ഓളം സ്ത്രീകൾ പാക്കിംഗ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ട ഉടനെ അവർ കായലിൻ്റെ സ്ഥലത്തേക്ക് ഓടി. അപ്പോൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് വീണ് കുറേ പേരുടെ കാലും കൈയൊക്കെ കുറച്ച് മുറിവേറ്റു. പിന്നെ കുറേ പേർക്കൊക്കെ ഭയങ്കര പേടിയായി. പിന്നെ 3-4 ദിവസം അവർക്ക് തീ കത്തിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു, മാനസിക വിഷമം. എനിക്ക് തന്നെ പ്രഷറൊക്കെ ഭയങ്കര ഹൈ ആയി, കാരണം എല്ലാം കൂടെ അങ്ങ് മറിഞ്ഞു വീഴുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഭയങ്കര വലിയ ഷീറ്റെല്ലാം ഞങ്ങൾ പുതിയതായിട്ടിട്ടാണ്. ഈ 25 പേർക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലം മൊത്തവും ഷീറ്റ് മൊത്തവും മാറ്റിയിട്ട്, പിന്നെ കോൺവെൻറ്റിലാണെങ്കിൽ എല്ലാ ജനലുകളും വാതിലുകളും എല്ലാം പോയി, മുകളിലത്തെ ഷീറ്റുകളെല്ലാം പോയി. ഇതെല്ലാം ഞങ്ങൾ തിരിഞ്ഞു മടങ്ങിപ്പോയി. പിന്നെ അവിടെ എല്ലാം പുതിയതായിട്ട് ഞങ്ങളിട്ട്, കാരണം അല്ലെങ്കിൽ അവർ 25 പേർക്ക് വീണ്ടും വർക്ക് ചെയ്യണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഇതുവരെ വീട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ സമരസമിതിയുടെ കൂടെ ഞാനും പോയിരുന്നു, പഞ്ചായത്തിൽ പോയിരുന്നു, പിന്നെ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു, കളക്ടറിനെ കാണാൻ പോയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഇതിനെന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്നാണ് കളക്ടർ പറഞ്ഞത്. എന്നെയും ആശ്വസിപ്പിച്ച് തന്നെ അന്ന് വിട്ട്. പക്ഷെ ഇപ്പോൾ 1 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും വിളിച്ച് സംസാരിക്കുകയോ നഷ്ടപരിഹാരം സംബന്ധിയ കാര്യങ്ങളെ കുറിച്ച് പറയുകയോ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞങ്ങൾ തമ്മിൽ പറഞ്ഞു. നമ്മുടെ വാർഡ് മെമ്പർ സ്റ്റീഫൻ ചേട്ടൻ അങ്ങനെയൊക്കെ വന്നിട്ട് വേറെ ആരൊന്നും പറഞ്ഞില്ല. വരാപ്പുഴ മുട്ടിനകത്തെ അവരുടെ ആ ഒരു സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങൾ ഇതെല്ലാമായിരുന്നു പരിസരവാസികൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ രീതിയിൽ തന്നെ ചുറ്റുപാടുകൾക്ക് ക്ഷതമേറ്റിരിക്കുന്നു. പക്ഷേ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നതും ഒരു കാര്യം, ഈ പരിസരത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അതും ലൈസൻസ് ഇല്ലാതെ എന്നത്, കാര്യമായ രീതിയിൽ അനുമതികളില്ലാതെ എന്നത് ആർക്കും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നതും, ഒപ്പം അതിനുശേഷം വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോഴും അതിന് തക്കതായ ഒരു പരിഹാരത്തിലേക്ക് ഇതുവരെയും സർക്കാർ കടന്നിട്ടില്ല എന്നതും ഒരുപോലെ തന്നെ സങ്കടങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ പരിസരവാസികളാണ്. വരാപ്പുഴ മുട്ടിനകം എന്ന് പറയുന്നിടത്തെ ഈ ചുറ്റുപാടുമുള്ളവരാണ് ഇവിടെയുള്ളത്. ഇവരെല്ലാവരും കഴിഞ്ഞ 1 വർഷമായി തങ്ങൾക്ക് നഷ്ടമായ വസ്തുവകകൾക്ക് അതിനൊരു ഉചിതമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ്. ഈ കണക്കുകളെല്ലാം ഇവിടെ നഷ്ടപ്പെട്ട ആളുകൾക്ക് സർക്കാർ നിജപ്പെടുത്തിയതാണ്. പക്ഷേ ഇതൊരു പര്യാപ്തമായ തുകയല്ല എന്നിവർ പറയുന്നു. പക്ഷേ 1 വർഷത്തിനിപ്പുറമാകുമ്പോഴും ഇതുപോലും സർക്കാർ നിശ്ചയിച്ച തുക പോലും ലഭിച്ചിട്ടില്ല എന്നതാണ്. അതിൽ യാതൊരുവിധ ആനുകൂല്യവും ഇവർക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവരെല്ലാം കഴിഞ്ഞ നാളുകളായി വിവിധ സർക്കാർ ഓഫീസുകളടക്കം കയറി ഇറങ്ങി മടുത്തിരിക്കുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി ശ്രദ്ധിക്കപ്പെടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊപ്പം ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളടക്കം ചേരുന്നു. എന്തായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വലിയ സ്ഫോടനത്തിന് ശേഷം ഈ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് അതിൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? പ്രതികരണം ഉടൻ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് വരെയും അതിനെക്കുറിച്ച് വേറെ അന്ന് പറഞ്ഞുകൊണ്ട് ഇതല്ലാതെ വേറെ ഒന്നും അവരിൽ നിന്നുണ്ടായിട്ടില്ല. ഇതുവരെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് നമ്മുടേതായ നഷ്ടപരിഹാരം അനുസരിച്ചുള്ള ഇതല്ല ഒരു ലിസ്റ്റ് അവർ ശരിയാക്കി വിട്ടിട്ടുണ്ട്. അതിൻ്റേതായ കറക്റ്റായിട്ടുള്ള ലിസ്റ്റല്ല വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ 4-5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു കൊടുത്ത് 16,000 17,000 രൂപ ഒക്കെ എഴുതിയാണ് വന്നിരിക്കുന്നത്. അത് ഏത് വിധത്തിലാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്, ആരാ ലിസ്റ്റ് തയ്യാറാക്കിയെന്നുള്ളൊരു ഇത് ഒന്നും ഞങ്ങൾക്ക് അറിവില്ല. കാരണം വെച്ചാൽ ശരിക്കും കണക്കനുസരിച്ചുള്ള ലിസ്റ്റല്ല വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഓരോ വീടിന് നഷ്ടപരിഹാരം അനുസരിച്ചുള്ള ഒരു ഇതും ഇതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ട ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് സംബന്ധിച്ച് കേസ് ആയിട്ട് പോകണമെന്നുള്ള ഒരു പരിപാടിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ഇത് കേസ് ഫയൽ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. ഇതിനൊരു നടപടി ആരും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസിന് പോകും. അതിപ്പോൾ ഗവൺമെൻറ്റിനോടാണെങ്കിൽ ഗവൺമെൻറ്റിനോട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തൊഴിലാളികളോട് ഇതിനാണെങ്കിൽ അതിനുവേണ്ടി അത് ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എല്ലാവരും അതിനുവേണ്ടി മുൻപന്തിയിലാണ്. അതായത് കോടതിയിലേക്ക് നീങ്ങുക എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ അപകടത്തിൽപ്പെട്ടവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് 1 വർഷം മുൻപുണ്ടായ അപകടത്തിൽ വരാപ്പുഴയിലുണ്ടായിരുന്ന പരിസരവാസികളും ആ രീതിയിലേക്ക് തന്നെ പോകുന്നു.
എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ വീടും പരിസരവും ഒക്കെ വലിയ രീതിയിലേക്ക് അപകടമുണ്ടായ സ്ഥലമാണ് തോന്നുന്നു. അല്ലേ? ഏതെങ്കിലും രീതിയിൽ ഇത് വന്ന് കണക്കെടുപ്പിന്റെ ഭാഗമായിട്ട് കൃത്യമായൊരു പരിശോധന അന്നൊന്നും എടുത്തതാണ്, പിന്നെ ഒന്നും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ഇല്ലില്ല. എത്ര രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് പറഞ്ഞ ആ പേപ്പറിൽ വന്നിരിക്കുന്നത്? അത് വളരെ നിസ്സാരമാണ്, 50,000 എന്തോ ഉള്ളൂ. അതിൽ കൂടുതൽ വീടിന് നഷ്ടമുണ്ട് എനിക്ക്. എത്ര രൂപ എടുത്തു പിന്നീട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ? ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ കിടക്കണേ. എന്നിട്ട് നമ്മൾ ആ ഒരു അപകടാവസ്ഥയിൽ തന്നെ തുടർന്ന് പോവുകയും ചെയ്യുകയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. പിന്നെ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് ഡോറ് വെച്ചിരുന്നു. എല്ലാ ഡോറും പോയി കിടക്കുമായിരുന്നു. ആ ഡോറ് വെച്ചിരുന്നു. അങ്ങനെ ആ ഡോറ് വെച്ച് ഞങ്ങൾ അതിന് കയറി കിടക്കും. ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ആ ഒരവസ്ഥയിലാണ്. നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഇത് സംബന്ധിച്ച് നമ്മളൊരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് പഞ്ചായത്തുകാരോടൊക്കെ ഈ പടക്കുന്ന ഒരാളിനോട് തന്നെ സംസാരിച്ചു. അപ്പം അയാളെന്താ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അത് പറയുന്നില്ല, പുള്ളി ചെയ്യാൻ തയ്യാറായെന്നറിയില്ല. ഇതൊന്നും നീങ്ങിയിട്ടില്ല. എന്നോട് പറഞ്ഞാണ് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞത്. ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയതാണ്. ഇത്ര നാളായിട്ട് ഒരു അതും കണ്ടില്ല. എന്റെ വീടാണ് ഈ കാണുന്നത്. അന്ന് തൂങ്ങിക്കിടക്കണേന്ന് ഈ കാണുന്നതൊക്കെ കണ്ട. ജനലിന്റെ എല്ലാ ചില്ലുകളും പൊട്ടി, ഉള്ളില് ഷോക്കേസ്, ബാത്റൂം എല്ലാം പോയി. ജീവൻ രക്ഷപ്പെട്ട ഒരു ഭാഗ്യത്തിനാണെന്ന്. അത് തന്നെ. ഞാനും കൊച്ചുങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ഇവിടെ. ഞങ്ങൾ ഓടിക്കളഞ്ഞില്ല വാഴത്തോപ്പിലോട്ട് സ്വരം കേട്ട്. ഈ തൊട്ടടുത്ത് ഇത്തരം ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്, ഇതിന്റെ അകത്ത് ഇത്രയും സ്ഫോടക വസ്തുക്കളുണ്ടെന്ന് നമുക്ക് അറിയില്ല. ഇല്ല, ഞങ്ങൾ ഇത്രയും വലിയ കാര്യം ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞില്ല. അവൻ അവിടെ ചേച്ചി 3 സെന്റ് സ്ഥലം മേടിച്ച് ഞങ്ങൾ ഇവിടെ പടക്കം തീർക്കല് തുടങ്ങാൻ പോവുകയാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞു. ശരിയാണ്, എല്ലാ വീടുകളിലും പറഞ്ഞു. പക്ഷെ ഇതിന്റെ അകത്ത് ഇത്ര സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. പൊട്ടിത്തെറിച്ചപ്പോഴാണ് അറിയണം. ഇവരിവിടെ വേണ്ടി അവൻ മരപ്പണി പണിയാണെന്നും പറഞ്ഞാണ് അവിടെ ഇതെടുത്തതേ. അപ്പൊ ഇവര് വണ്ടി വന്നിട്ടുണ്ട് പോണുണ്ട്. അത് മരമാണ് പണിതുണ്ടോണെന്ന് ഞങ്ങൾ വിചാരിച്ച്. അല്ലാതെ ഞങ്ങൾക്കിത് അറിയാൻ പാടില്ല ഇത് ഇത്ര വലിയ കാര്യമാണ്. സത്യത്തിൽ ഇത്രയും വലിയ സ്ഫോടനം നടക്കുമ്പോൾ മാത്രം നമ്മൾ അറിഞ്ഞിട്ടുള്ളു. ഈ ഇതുവരെയും വലിയ രീതിയിൽ ആരെങ്കിലും വന്ന് പരിശോധിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇല്ല, എല്ലാവരും വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകും. ഇങ്ങനെ അവര് അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയണേ. അല്ലാതെ ഇതുവരെ ജനലി പറഞ്ഞ അതിന് പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് 10-12 ജനലുകൾ പാളികൾ പോയിട്ടുണ്ടായി. അതൊക്കെ അവര് വന്നാണ് ചില്ലിട്ട് വന്നത്. എന്തായാലും ഈ നഷ്ടങ്ങളുടെ കാര്യത്തിലേക്ക് വലിയൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതി നാളുകളായിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്നുകൂടി ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം തൃപ്പൂണിത്തുറയിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. തങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി എന്നവർ വീണ്ടും പരസ്യമായിട്ട് തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറ നിവാസികളും കോടതിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഞാനുണ്ട് ചോദിക്കാൻ ഇനി ഒരു ഇടവേള. അവാർഡെടുത്തതിന്റെ പേരിൽ തിരിച്ചു വരാം. നമ്മൾ വരാപ്പുഴയിലാണ്. വരാപ്പുഴ മുട്ടിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന 1 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സ്ഫോടനം, അതിനെ തുടർന്ന് ഇതുവരെയും അവർക്കൊരു നഷ്ടപരിഹാരം ഇല്ലാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്തു വരുന്നത്. നമുക്കൊപ്പം ഈ പരിസരവാസി ആണ് ഒപ്പം ചേരുന്നത്. ആ സ്ഫോടനം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല കാപ്പിടിക്കാരിക്കുമ്പോഴാണ് ഈ പൊട്ട്. ഇവർക്കൊന്നും അറിയച്ചില്ലായിരുന്നു. എൻ്റെ മൂത്തമ്മൻ്റെ ഭാര്യ മുകളിൽ കയറി കുളിക്കാൻ പോകുന്ന സമയത്താണ് ഈ പൊട്ട് പേടിച്ചിറങ്ങി പോകുന്നത് പുള്ളിക്കാരത്തി. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. ടീച്ചറാണ്, പേടി ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ അനിയൻ്റെ മോളുണ്ടായിരുന്നു. അനിയൻ്റെ മോള് അവൾ വാ പൊളിച്ചിട്ട് വാ കൂടുന്നില്ല. അവൾ മുകളിൽ നിന്ന് പഠിക്കുകയായിരുന്നു. പിന്നെ ഈ വെടിക്കലിലും വലിയ സൗണ്ടിൽ ഞാൻ പിണങ്ങി കഴിഞ്ഞപ്പോൾ അവളുടെ വാ കൂടി. അവളുടെ വാ കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ റിലേ പോയി. ഈ നമ്മളുടെ അപ്പുറത്തുള്ള ചേച്ചി 3 പിള്ളേരും കൂടി ഇവിടെ വന്ന് നിന്നിട്ട് ചോര ഒലിച്ച് നിന്നിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇനി അടുത്ത് എന്താ വന്നെന്ന് വെച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ ഇവള് ക്ലിയർ ആയപ്പോൾ ഇവള് പറയണ്ട അങ്ങളെ ആ ചേച്ചി ആശുപത്രി കൊണ്ടുവന്ന് പറയുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല. ആകെ ഒരു ഇതായിപ്പോയി എന്തായാലും. പക്ഷെ ഇതിൽ ഞങ്ങളൊരു കാര്യം പഠിച്ച്, ഇവിടെ മെമ്പറാ, പഞ്ചായത്ത് പ്രസിഡന്റാ, എം.എൽ.എയുടെ വാർഡ് ഇതാണ്, മണ്ഡലമാണിത്. എം.എൽ.എയുടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണിത്. ഞങ്ങൾ കളക്ടറേറ്റിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മേഡം പറഞ്ഞാണ്, നിങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല, പ്രതിപക്ഷ നേതാവിനെ പോയി കാണുക. ഞങ്ങളാണോ കാണേണ്ടത്? ഇവിടെ ഈ മെമ്പറും പ്രസിഡന്റും ഒക്കെ ഇല്ലേ, ഇവർക്ക് എന്ത് താല്പര്യമില്ലാതെ പോയത്? ഇവർക്കൊക്കെ എന്താ ഒളിക്കാനും മറക്കാനുള്ളത്? ഒരു ആപത്ത് വരുമ്പോൾ ഓടി അടുത്ത് എന്താ വേണ്ടത് ചെയ്യേണ്ട ആൾക്കാരല്ലേ. മൂടിപ്പോച്ച് നടന്നിട്ട് കാര്യമുണ്ടാ?
എന്താണ് ഏതാണെന്നുള്ളത് നോക്കി ചെയ്യണം. അതിനുള്ള തൻ്റെ ഇടം ഇല്ലെന്ന് ഞാൻ പറയില്ല കേട്ടോ. തൻ്റെ ഇടമൊക്കെ ഉണ്ട്, ആവശ്യം കൂടുതലുണ്ടെങ്കിലുള്ള തൻ്റെ ഇടം. ഇവിടെ വന്നിട്ടുണ്ടോ? സ്ഥലം സന്ദർശിക്കാനോ നിങ്ങളെ കാണാനൊക്കെ എത്തിയോ? ഞാനൊരിക്കൽ വിളിച്ച് കയറ്റി വീട്ടിലേക്ക്. ഇവിടെ ഈ ചില്ല് നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ബാത്റൂമിൻ്റെ ഡോറ് താഴത്തെ 2 ചില്ലൻ്റെ ആയിരുന്നു, അത് തരുപോയി. പിന്നെ മരത്തിൻ്റെ ഡോറ് മുകളിൽ അത് പൊട്ടിപ്പോയി. പിന്നെ കുറേ പൈപ്പിൻ്റെ ലീക്കാനുള്ള പൈപ്പാണ് മുകളിലേക്ക് വെള്ളം കയറുന്നത്, അത് പൊട്ടി തീടുന്ന് പറയുമ്പോൾ എന്തായിരിക്കണം ഇത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ വീടിൻ്റെ ആ ഒരു മറി പൊട്ടിയേക്കണത്, അത് ഇതിൽ പൊട്ടിത്തെറിച്ചതാണ് മുകളിൽ നിന്ന്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് പറ്റി. പക്ഷേ ഈ നമ്മളെ മോള് എപ്പോഴും ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ്. രാത്രി ഒറ്റക്ക് മുകളിൽ കയറില്ല, കിടക്കില്ല, പേടി. ആ പേടി ഇപ്പോഴും മാറിയില്ല. നമ്മളെ മാത്രമല്ല കേട്ടോ, നമ്മളെ വടക്കേല ആൻറ്റിയുടെ ഭാര്യ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഇവർ ഈ വോട്ട് ഇടേണ്ട സമയത്ത് അമ്മയുടെ ഒക്കത്ത് മൂക്കട്ട ഒലിച്ച് കൊച്ചിരിക്കുകയാണെങ്കിലും ആ മൂക്കട്ട പിഴിഞ്ഞ് കളഞ്ഞിട്ട് മുണ്ടാ തൂത്തിട്ട് പോണ ആ രാഷ്ട്രീയക്കാരി പറഞ്ഞാ ഒരാൾ മാത്രമല്ല, ഇലക്കണക്കാണ്. അത് പോരാ. അത് കഴിയുമ്പോൾ ജനങ്ങൾക്ക് എന്താണെന്ന് അന്വേഷിക്കാനൊരു മനസ്സും കൂടി വേണം. ഇവർക്ക് കൊണ്ട് കഴിവുണ്ട്, ഇവർ പറഞ്ഞാൽ നടക്കുമെന്നുള്ള കളക്ടറേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 7 സ്ഥലത്ത് ഞങ്ങൾ പരാതി വന്നില്ലേ, പഞ്ചായത്തിൽ, വില്ലേജിൽ, താലൂക്കിൽ, കളക്ടറേറ്റിൽ, മുഖ്യമന്ത്രിക്ക്, റവന്യൂ മന്ത്രിക്ക്, ലാസ്റ്റ് ഈ സദസ്സിൽ കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. കാരണം മുഖ്യമന്ത്രിക്ക് തന്നെ തണ്ടി പെറുക്കിയാണ് പരിപാടിക്ക് പോകണമെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ സ്ഥാനത്ത് നമുക്ക് എന്ത് തരാനാണ്? എന്നാലും ശരി, ഇനി അതുകൊണ്ട് കിട്ടാതിരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെയും കൊണ്ടേ കൊടുത്ത് പറവൂര്. ഇവരൊക്കെ അന്വേഷണത്തിലാണ്. ഇവർ ഭയങ്കര അന്വേഷണമാണ് കേട്ടോ, അന്വേഷണത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല സാറേ. ഈ പറഞ്ഞില്ലേ, ഈ ഭൂമി വരെയല്ലേ താഴാൻ പറ്റുള്ളൂ, ഭൂമിക്കടിയിൽ പോകാൻ പറ്റില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണിത്. അപ്പോൾ അങ്ങേര് നോക്കിയപ്പോൾ ഇവിടെ ഇത് കോൺഗ്രസിൻ്റെ കുത്തകയുള്ള സ്ഥലമാണ് വരാപ്പുഴ, പ്രത്യേകിച്ച് മുട്ടിനകോ. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് നോക്കാനാണ്? ആർക്ക് എന്തോന്ന് അവർക്ക് എന്ത് കുഴപ്പം? ഇപ്പോൾ കോടതി അടക്കം സമീപിക്കും. സമീപത്ത് തൃപ്പൂണിത്തുറയിലുള്ളവർ ചെയ്യുന്നത് കോടതിയിൽ കൂടി, അതായത് നൽകുന്ന ഒരു വാഗ്ദാനത്തിൽ അവർ പറയുന്നത് സാരമില്ല, ഞങ്ങളത് കണക്കിലെടുക്കുന്നു, പക്ഷേ ഞങ്ങൾ അതിൽ ഒന്നുകൂടി ഉറപ്പുവരുത്താൻ കോടതിയെ കൂടി സമീപിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും അത്തരം ആലോചനകൾ നടക്കുന്നുണ്ട്. ഞങ്ങളെ പ്രസിഡന്റായിരിക്കണത് ഞങ്ങളത് ഇത്തിരി നോക്കുന്നുണ്ട്. ഇനി ഞങ്ങളും കോടതിയിലേക്ക് പോകാൻ വഴിയാണ്. ഇവിടെ ആരും നമ്മൾ ക്രൂശിക്കാനല്ല, ഞങ്ങൾക്ക് ന്യായമായത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നാൾ വരെ ക്ഷമിച്ച്. ഇവിടെ ഗവൺമെൻറ് പണം ഉണ്ടെന്നേ, കളക്ടറേറ്റിൽ പണമുണ്ട്. അത് അവിടുത്തെ മേഡം പറഞ്ഞാണ്, ദുരന്ത നിവാരണ ഫണ്ടിൽ പണമുണ്ട്, നിങ്ങളുടെ ആൾക്കാർ വേണ്ടപ്പെട്ടവർ പറയാല്ല. ഞങ്ങളൊക്കെ ഈ തെരപ്പാലി നടക്കുന്ന ആൾക്കാർ കയറി കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? അതിന് അർഹതപ്പെട്ടവർ പ്രതികരിക്കണ്ടേ? മെമ്പർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ കണ്ണടച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇലക്ഷൻ വന്നം ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ ഒക്കത്ത് കൊച്ചു മൂക്കട്ട വലിച്ചിരിക്കുകയാണെങ്കിൽ ആ മൂക്കട്ട പിരിഞ്ഞു കഴിഞ്ഞുകൊണ്ട് മുണ്ടത്ത് കുത്തുണ്ട് വോട്ട് ചോദിച്ചു പോകണം പാർട്ടി കണ്ടുകൊടുത്തോളം. വലിയ രീതിയിലുള്ള ഒരു രോഷം ജനങ്ങൾക്കുണ്ട്. കാരണം അതിന് ന്യായമായും അവർക്ക് അങ്ങനെ ചെയ്യാം. കാരണം നാളിതുവരെയായിട്ടും അവരുടെ കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ജനപ്രതിനിധികൾ വലിയ രീതിയിലുള്ളൊരു ശ്രദ്ധ ഇവിടേക്ക് എത്തുന്നില്ല എന്ന ആക്ഷേപമെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുന്നു. ഇവിടെ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നോ? ഞാൻ ജല്ലിക്കുടി ആദ്യത്തെ പൊട്ടണ സമയത്ത് തന്നെ ജല്ലിക്കുടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം ഞാൻ വിചാരിച്ചത് ഇവര് ചില സമയത്ത് ഈ ടെസ്റ്റ് നടത്താറുണ്ട് ഒരെണ്ണമൊക്കെ, അപ്പൊ അതായിരിക്കും. പക്ഷെ ഈ സമയത്ത് എന്താണ് വൈകുന്നേരം 5:10 നടത്തണേന്ന് ജല്ലിക്കുടി നോക്കുമ്പോൾ തന്നെ അടുത്തത് പെട്ടെന്ന് തന്നെ പൊട്ടി. ഞാൻ അടുക്കളയിൽ നിന്ന് കതക് തുറക്കാൻ വരുമ്പോഴത്തേനും ഭയങ്കര രീതിയിൽ എല്ലാം പൊട്ടി കഴിഞ്ഞപ്പോഴത്തേനും ആ കതക് തുറക്കണ സമയത്തിന് മുമ്പ് തന്നെ ചില്ലുകളെല്ലാത്തേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയം കൊണ്ട് എല്ലാവരും ചോര ഒലിപ്പിച്ച് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് കാണുന്നത്. ചുറ്റുപാട് കുഞ്ഞുങ്ങൾ 3 അവർ ചോര ഒലിച്ച് വരുന്നു ഈ വീട്ടിൽ നിന്ന്. പിന്നെ അവിടെ പടക്കം ചെയ്തുകൊണ്ടിരുന്ന ചേട്ടനൊക്കെ എല്ലാവരും ഓടി വരുന്നുണ്ട്. പക്ഷെ ആർക്കും എല്ലാവരും ഒരുമാതിരി മരവിച്ച അവസ്ഥയായിരുന്നു. ആർക്കും എന്ത് ചെയ്യണം ഒന്നും മനസ്സിലാവണമില്ല. കുറേ പേര് ഭൂമി കുലുക്കാണെന്നൊക്കെ പറഞ്ഞാണ് ഓടി വന്നത്. വല്ലാത്തൊരു ഇതായിരുന്നു. ഇതിൽ വീടെല്ലാം പഴയ പോലെ ആകാനായിട്ടൊക്കെ എത്ര നാളെടുത്തു? പഴയ പോലെ ഇപ്പോഴും ഒന്നും അങ്ങനെ ഒരു വീടും ആയിട്ടില്ല. കുറച്ച് വീടുകളൊക്കെ ജനലുകളും കഥകൊക്കെ ഇട്ടെന്നേ ഉള്ളൂ. പക്ഷെ ഭിത്തികൾക്ക് വരുന്ന പൊട്ടലുകളും ഒക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എല്ലാവരും സത്യം പറഞ്ഞാൽ കണ്ടുപിടിച്ച് വന്നേ ഉള്ളെന്ന് പറയാം. ഓരോ അവസ്ഥകൾ ഇപ്പം ഒരു വാട്ടർ ടാങ്കിന്റെ ലീക്ക് വരുമ്പോഴാണ് നമ്മൾ അത് ശരിയാക്കാൻ നോക്കണം. അപ്പം അതിന്റെ ഞങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ അടിയിലുള്ള വേസ്റ്റിന്റെ ടാങ്കിന് വരെ കുലുക്കം സംഭവിച്ച രീതിയാണ് നമുക്ക് നോക്കണം. പിന്നെ കറണ്ടിന്റെ ഈ മെയിൻ സ്വിച്ചുകൾ അതൊക്കെ മാറ്റേണ്ട അവസ്ഥയാണ് വരുന്നത്. അതൊക്കെ ഈ ഓരോ പണി വരുമ്പോൾ നമ്മളത് അന്നേരമാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഇപ്പം വീടിന്റെ ഭിത്തിന്ന് വെള്ളം വരുന്നുണ്ട്. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കുറെ വീടുകൾക്ക് ഇവിടെ പറയാനുണ്ട്. അത് ശരിയാക്കാൻ വന്ന ആൾക്കാർ പറയണത് അത് ആ സമയത്ത് കുലുങ്ങിയിട്ട് വീടിന് വന്ന
ആ കുലുക്കത്തിൽ സംഭവിച്ചാണെന്ന് പറയണത്. കാരണം ഇത് വെള്ളം ഈർപ്പം വന്ന് റൂമുകളിലൊക്കെ തുണികൾ പോലും നനഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് ചില വീടുകൾക്കൊക്കെ. പിന്നെ ഭിത്തിക്ക് പൊട്ടല്, മുകളിൽ സൺഷെയ്ഡിന്, പിന്നെ വീടിന്റെ ഭിത്തിയുടെ മേളൊക്കെ നല്ല ഒരുപാട് പൊട്ടുകളുണ്ട്. വീട്ടിൽ എത്ര രൂപയുടെ ഒരു നാശനഷ്ടമായിട്ടാണ് അവർ? ഞങ്ങൾ ഇവിടുന്ന് എടുത്തോണ്ട് പോയ ലിസ്റ്റ് എന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ വന്ന് എടുത്ത ലിസ്റ്റാണ് അവര് കൊടുത്തേക്കണത്. അത് PW വഴി നമുക്ക് ഈ പരാതിയൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ലിസ്റ്റിൽ ആ ഒരു ലിസ്റ്റാണ് വന്നേക്കണം. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ആർക്കും ആ ഒരു ലിസ്റ്റിൽ തൃപ്തരല്ല. കാരണം കുറച്ച് ജനലുകൾ മാത്രമൊക്കെയാണ്. ഇപ്പൊ തൊട്ട് മുമ്പിൽ കിടക്കണ ഞങ്ങളുടെ വീടൊക്കെ തൊട്ട് മുമ്പിൽ തന്നെ ഉള്ള വീടാണ്. ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്തെ വീടുകൾക്കൊക്കെ ഒരുപാട് നാശം ഉണ്ടായിട്ട് 3-4 ജനലുകൾ മാത്രമാണ് ആ ലിസ്റ്റിൽ കാണിച്ചേക്കുന്നത്. ഭിത്തികൾക്കോ അല്ലെങ്കിൽ സൺഷെയ്ഡ്, വീടിന്റെ ബാക്കിയുള്ള മതിലുകളുള്ളവരുണ്ട്, അതൊന്നുമില്ല. പിന്നെ അതും പോരാ, അത് ഉപകരണങ്ങൾ, അതായത് ചില്ല് സംബന്ധമായിട്ടുള്ള എല്ലാം നശിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തൊട്ടടുത്ത് ഈ തൃപ്പൂണിത്തുറയിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഒരു അനുഭവം മുൻനിർത്തി ഈ ദുരന്തത്തിനിരയായവരോട് അവരോട് എന്തെങ്കിലും പറയാനോ? അവരോട് പറയാനുള്ളത് ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറയണ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണേ. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവരിപ്പൊ തന്നെ, ഞങ്ങൾക്കിപ്പോൾ 1 വർഷമായിട്ട് ഒന്നും കിട്ടിട്ടില്ല, അപ്പൊ അവർക്ക് ഇപ്പൊ തന്നെ അവർ ചെയ്താൽ അവർക്ക് കിട്ടാനുള്ള വഴി അവരിപ്പോഴേ അവർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. കാരണം ഇപ്പൊ ഇലക്ഷൻ വരാൻ പോണെയാണ്. ഇലക്ഷന്റെ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെ കിട്ടുമായിരിക്കും. ഞങ്ങളെ പോലെ അല്ലാതെ ആ ഒരു ഇതുകൊണ്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അല്ലാതെ ഞങ്ങള് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിനെ വിശ്വസിച്ച് കഴുതകളായ പോലെയാണ്. എല്ലാവരിലും പറയുമ്പോൾ അവരുടെ പ്രകടമാകുന്ന ഒരേ ഒരു കാര്യമാണ്, കാരണം തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചു പോയി. അതുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് ഒന്നും ആ സമയത്ത് കടന്നു പോയില്ല എന്നതാണ്. അതൊരു തെറ്റായിട്ട് തന്നെയാണ് ഇവർ ഉൾക്കൊള്ളുന്നത്. കാരണം അന്ന് തുടക്കം മുതൽ തന്നെ ആ രീതിയിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ തങ്ങളുടെ ആവശ്യങ്ങളെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇത്ര നാളെ തങ്ങൾക്കുള്ളൊരു നഷ്ടപരിഹാരം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റുകളിലെല്ലാം തന്നെ ഇവരൊരു നഷ്ടപരിഹാരം സർക്കാർ നിശ്ചയിച്ചത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും പല മടങ്ങാണ് അവർക്കെല്ലാം ഉണ്ടായ നഷ്ടമെന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും വളരെ നോർമലായ കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം കൂടിയാണിത്. അതിൽ വലിയ രീതിയിലൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവരുടെ ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആർക്കും തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞില്ല എന്ന വലിയ കുറ്റപ്പെടുത്തൽ അവർക്കുണ്ട്. പ്രതികരണങ്ങൾ അവസാനിക്കുന്നില്ല. ചേട്ടന് ഇവിടെ അടുത്ത് തന്നെയാണ് വലിയ വീട്. എൻ്റെ വീട് അതാണ്. എനിക്ക് എൻ്റെ ഗ്ലാസ്സുകളും ഡോറുകളും എല്ലാം പോയിട്ട് ഗ്ലാസ് മാറ്റാനോ ഒന്നിനും ആരും ഒന്നും തന്നിട്ടില്ല. സ്വന്തം കയ്യിലെ കാശ് കൊടുത്താണ് ഗ്ലാസ്സുകൾ മാറ്റിയത്. ഡോറുകളൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ പൊളിഞ്ഞ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വന്നാൽ കാണാം. അതിൽ കൂടുതൽ ഞാൻ ഇനി എന്തെന്ന് പറയേണ്ടത്? ആരും എന്തെങ്കിലും ചെയ്തു തരുമെന്നൊരു പ്രതീക്ഷ? ഒരു പ്രതീക്ഷയില്ല. ആരും ചെയ്തു തരുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. ഇപ്പോൾ ഏതാണ്ട് 25,000 രൂപ കണക്കിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു ഡോറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആ കാശ് തയ്യോ? ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പോഴും ഗ്ലാസ്സുകൾ പൊട്ടിയിട്ട് കംപ്ലീറ്റ് ആ ചരിവിൻ്റെ മുകളിൽ കിടക്കുക. നമ്മൾ വലിയ രീതിയിലൊരു പ്രതിഷേധത്തിന് ഒന്നും തന്നെ ഇതിലുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ആ രീതിയിലേക്കൊന്നും? പ്രതിഷേധത്തിന് പോകാനായിട്ട് ഇവർ പറയണതനുസരിച്ച് വേറെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയണതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോണത്. അപ്പോൾ അവർ ഈ രീതിയിൽ ഇപ്പോൾ പടക്ക സംഭരണശാലകൾ പലയിടത്തും നാട്ടിൻപുറങ്ങളിലെല്ലാം ഉണ്ടെന്ന് പറയുന്നു. ഈ ഭാഗങ്ങളിൽ ഇത് ഇങ്ങനെ ഒരു ഇത്രയ്ക്ക് അധികം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ഇത്രം ഉണ്ടാകുമെന്ന് ഒരാൾക്കും അറിയില്ല. എന്നാന്ന് വെച്ചാൽ ഇവരെങ്ങാണ്ടും തൃശ്ശൂർ പൂരത്തിനാണ്ട് പൊട്ടിക്കാൻ വേണ്ടി അവിടെ നിന്ന് എന്തോ ഒരു ചെറിയ സ്ഫോടനം ഉണ്ടായപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്തതാണ്. അതിൻ്റെ പേരിൽ ഇത് ആർക്കും അറിയാൻ പാടില്ല. വല്ല പരിശോധനകൾ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പരിശോധന ഉണ്ടായിട്ടില്ല. അത് അവർ കൊണ്ട് പോലീസുകാർക്ക് ഇത്തിരി കാശ് കൊടുക്കും, പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളു. ഇപ്പോഴും അവർ ഇതിൻ്റെ ചെറിയ പടക്ക രീതി ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അവർ നടത്തുന്നുണ്ട്. ഇപ്പോഴും പല പള്ളിപ്പെരുന്നാളിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ പോലീസുകാർ നമ്മളോട് വന്ന് ചോദിക്കും, അവിടെ പടക്കം ഉണ്ടാക്കണ്ട, പടക്കത്തിൻ്റെ ഇടപാടുണ്ട. ഇത് അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ നിൽക്കുമ്പോഴല്ലേ അവർ വന്ന് പൊട്ടിക്കണത്. ഇപ്പോൾ പള്ളിപ്പെരുന്നാളിനൊക്കെ പോലീസുകാരും ഉണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചാണ് ഇവർ ഇത് പൊട്ടിച്ചു കൊണ്ട് കിടക്കണത്. അപ്പോൾ പിന്നെ എന്താ പറയണത്?
ചേട്ടൻ പറഞ്ഞതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം നാളിതുവരെയുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഈ പടക്ക കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരിടമായിരുന്നു ഇത്. പക്ഷേ ഒരിക്കൽ പോലും ആരെങ്കിലും പരിശോധനയ്ക്ക് വന്നതായിട്ടോ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ എന്താണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അനുവദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അനുവദനീയമായ അളവിൽ കൂടുതലുണ്ടോ, ആ രീതിയിലുള്ള ഒരു പരിശോധനയ്ക്കും ആരും തന്നെ അവിടെ എത്തിയിട്ടിരുന്നില്ല എന്നതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു സംഭവമേ ആരും തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വാഹനങ്ങൾ വരുന്നു എന്നത് മാത്രമാണ് അവരിലുണ്ടായിരുന്നത്. ഇവിടെ ഈ കുട്ടികളെല്ലാം നമുക്ക് കാണാം, കുട്ടികളെല്ലാം തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നവരിൽ ആണ്. മക്കളെ ഓർമ്മയുണ്ടോ ആ ദിവസമൊക്കെ? മക്കളെ ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കണേ? 3ാം ക്ലാസ്സിലെ? 1-ല്. പടക്കമൊക്കെ പൊട്ടുന്ന ഓർമ്മയുണ്ടോ അന്നത്തെ ഇതിലൊക്കെ? പേടിച്ചു പോയിരുന്നു? പെട്ടെന്ന് ഇറങ്ങി ഓടി, കട്ടിന്റെ അടിയിലോട്ട് പെട്ടെന്ന് കേറി, ചില്ലൊക്കെ പെട്ടെന്ന് മേത്തോട്ട് വീഴാൻ പോയി. ഫോൺ കണ്ട് കിടക്കണായിരുന്നു. അപ്പോഴാ പെട്ടെന്ന് പൊട്ടിയത്, ഫസ്റ്റ് പൊട്ടല്. അപ്പൊ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ എല്ലാം കൂടി പൊട്ടി. ആ കുഞ്ഞിൻ്റെ വാക്കുകളിലുണ്ട് അന്ന് ആ ദിവസത്തെ ഒരു ഭീകരത എന്ന് പറയുന്നത്. ആ വലിയ രീതിയിലേക്ക് ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. പല കുട്ടികൾക്കും നേരത്തെ ഒരു ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ പലപ്പോഴും ആ ഒരു വിഹ്വലതകൾ അവരെ വിട്ട് ഒഴിയുന്നില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇവർക്ക് അർഹമായ ഒരു നഷ്ടപരിഹാരം അത് ഇനിയും താമസിച്ചുകൂടാ അനുവദിക്കുന്നതിൽ. കാരണം തീർത്തും സാധാരണക്കാരാണ് ഈ ചുറ്റുപാടുമെല്ലാം തന്നെ താമസിക്കുന്നത്. അവർക്ക് ഇത്തരമൊരു കാര്യങ്ങൾ ലഭിച്ചാൽ അവരുടെ നഷ്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന തുക, സർക്കാർ അടയാളപ്പെടുത്തിയ തുക വളരെ കുറവാണ്. അതുപോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ നിരവധി പേർ ഈ ചുറ്റുപാട് തന്നെയുണ്ട്. പക്ഷെ ആരും തന്നെയും ഇവിടേക്ക് വന്ന് ഇത് കാര്യങ്ങൾ പരിശോധിക്കാനോ ഒന്നും തന്നെ അവർ തയ്യാറായില്ല എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം കൂടിയാണിതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ രീതിയിൽ ഒരു ഇടപെടൽ എവിടെ നിന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതേ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ അവർ കോടതിയടക്കം സമീപിക്കാൻ തയ്യാറാവുന്നത്. വരും സമയങ്ങളിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് വരാപ്പുഴയിൽ നിന്നും ഈ ദുരന്തത്തിന് ഇരയായവരും കോടതിയെ സമീപിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഞാനുണ്ട് ചോദിക്കാൻ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.